പുതിയ ദൈവിക പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടും. ഹാലേലൂയ, സ്തോത്രം. എല്ലാവരും പറയും ഹാലേലൂയ. പുറമേ നോക്കിയാൽ ഹാലേലൂയ പഴയ ആൾ തന്നെയാണ്, പക്ഷേ നിന്നിൽ നിന്ന് വെളിപ്പെടുന്നത് പുതിയതാണ്. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ശരീര പ്രകൃതിയൊക്കെ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ നിന്റെ അകത്തെ ആത്മീയ മനുഷ്യൻ പുതുതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ദൈവം പുതിയൊരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. അങ്ങനെ ഇവിടെ മറ്റുള്ളവർ പറയും, എല്ലാവരും ആശ്ചര്യപ്പെടും. ഇതുവരെ ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ ഒരു കാര്യമില്ലായിരിക്കാം, പക്ഷേ ആശ്ചര്യപ്പെടത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തി ഇതിനകത്തു നിന്ന് ഒരു നദി പോലെ ഒഴുകപ്പെടാൻ പോവുകയാണ്. കൽപ്പിക്കുന്നു, അവ അതിനെ അനുസരിക്കുന്നു. അനുസരിക്കാൻ കഴിയാത്തതിനെ പലതിനെ അനുസരിപ്പിക്കാൻ കഴിയുന്ന ഒരധികാരം നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. പ്രവാദന എത്ര പേര് വിശ്വസിക്കുന്നു? കഴിഞ്ഞ നാൾ വരെ, കഴിഞ്ഞ മണിക്കൂർ വരെ പലതും നിന്നെ നേരെ കൽപ്പിച്ച് നിന്നെ അനുസരിപ്പിക്കുന്ന പലതിനെ നീ അനുസരിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം മാറ്റാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയത് ചെയ്യാൻ തക്കവണ്ണം പുതിയ അധികാരം പകർന്ന് പുതിയ അധികാരം പകർന്നു കഴിയുമ്പോൾ അവിടെ പറയുന്നത് അവ പറയുന്നത് അനുസരിക്കുന്നു. ഹല്ലേലൂയ. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടപ്രകാരം ഹല്ലേലൂയ ആ ഉപവാസം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്ത ഹല്ലേലൂയ ആ ഓമനകുമാരനായ കർത്താവ് എന്റെ ശുശ്രൂഷയ്ക്കകത്ത് ചലിച്ചതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ചിലതിനെ അനുസരിപ്പിക്കാൻ. പ്രവാദന അങ്ങനെയുള്ള അധികാരം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? എത്ര പേര് അത് വിശ്വസിക്കുന്നു? അതിനായി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അധികാരത്തോടെ കൽപ്പിക്കാൻ പുതിയ അധികാരം എന്റെ കണ്ണിന്റെ മേൽ, എന്റെ കാതിന്റെ മേൽ, ഹല്ലേലൂയ, എന്റെ ഹൃദയത്തിന്റെ മേൽ, ഹല്ലേലൂയ, എന്റെ ശരീരത്തിന്റെ മേൽ, എന്റെ അകത്തെ ആത്മീയ മനുഷ്യരിൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Oh, Jesus. Hallelujah. 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 പണ്ടുള്ളവയെ ഓർക്കണ്ട, മുൻപുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. പുതിയതൊന്ന് ചെയ്യുവാനാണ് ദൈവം നമ്മെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമ്മെ ആക്കി വെക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 27 മുതൽ 28 ഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം മതി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, രക്തസ്രാവമായ സ്ത്രീ, അങ്ങനെ ഭാരപ്പെട്ടിരുന്ന സഹോദരി യേശുവിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഒരു തീരുമാനമെടുത്തു. സ്ത്രീ ഒരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാനിടയായി. ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുവാൻ, ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്യുവാൻ ആ സഹോദരി കാഴ്ചവെടുകൾ മുന്നോട്ട് വെക്കുവാനിടയായി. എന്തു ചെയ്തു? വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാനിടയായി. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറഞ്ഞു വരുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ
പുതിയ ഒരു അഭിഷേകത്തിലേക്ക്, പുതിയ നിയോഗത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവം പുതുതായി നമ്മളോട് ചെയ്യാൻ ഏൽപ്പിക്കുന്ന കാര്യത്തിന് നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ രക്തസ്രാവ സ്ത്രീയെ പോലെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആത്മാവിൽ നമ്മൾ പ്രേരിതരായി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ, അത് ചെയ്യുമ്പോൾ അത് ദൈവപ്രവർത്തിയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ചെയ്യാൻ പറയുന്നത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കാം നിന്നോട് ചെയ്യാൻ പറയുന്നത്. പക്ഷെ അത് വേറെ ആരും ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ച് അത് ചെയ്യാൻ മടിക്കരുത്. ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. ഇതുവരെ ദൈവം പുതിയ കാര്യത്തിനായിട്ട് പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, അത് കൈമാറി കഴിഞ്ഞാൽ